നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് വേണ്ടത്. ഇനി നമ്മൾ ഒരു ടിഷ്യൂ റോൾ ഇതുപോലത്തെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ടിഷ്യൂ റോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഈ കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ എടുക്കുന്ന ആ ഒരു കാർഡ്ബോർഡ് റോളിൻ്റെ ഹൈറ്റിലാണ് നമ്മൾ കുപ്പിയും കൂടെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഈ കാർഡ്ബോർഡ് റോൾ വെച്ചിട്ട് ഒരു സർക്കിൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത കുപ്പിയില്ലേ, ആ കുപ്പി വെച്ചിട്ട് ഈ സർക്കിളിൻ്റെ പുറത്ത് കൂടെ ഒരു സർക്കിളും കൂടെ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ പേപ്പർ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പിങ്ക് കളറാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ കാർഡ്ബോർഡ് റോളിൻ്റെ ഹൈറ്റിൽ നിന്ന് കുറച്ചധികമായിട്ട് നമ്മൾ പേപ്പറിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കാർഡ്ബോർഡ് റോളിലേക്ക് ഈ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. എന്നിട്ട് ആ എക്സ്ട്രാ വന്നതൊക്കെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. രണ്ട് സൈഡും മടക്കി ഒട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഒരു സർക്കിളില്ലേ, ആ ഒരു സർക്കിളും കൂടെ ഈ ഒരു പിങ്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സർക്കിളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ കാർഡ്ബോർഡ് റോളിലേക്ക് ഇതൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് കുറച്ച് കളർഫുൾ തെർമോകോൾ ബോൾസ് വേണം. ഈ ഒരു പിങ്കിൻ്റെ മേലെ നമ്മളിങ്ങനെ അവിടെ ഇവിടെയും കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഓരോ തെർമോകോൾ ബോൾസും അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി അതൊന്നും ഉണങ്ങാൻ വെക്കാം. ഇനി കുറച്ച് വൈറ്റ് തെർമോകോൾ ബോൾസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ, അതെടുത്തിട്ട് ഈ തെർമോകോൾ ബോൾസ് അതിൻ്റെ അകത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പിങ്ക് എടുത്തിട്ട് ഈ ബോട്ടിലിന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്.
നമ്മൾ ഒട്ടിച്ച് വെച്ചത് ഉണങ്ങാത്തതുകൊണ്ടാണ് കുറച്ചൊക്കെ പുറത്തേക്ക് വന്നത്. നിങ്ങൾ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് ഫിക്സ് ചെയ്യുക. ഇനി ഇത് നല്ലപോലെ ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഒരു അടിപൊളി പെൻ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കാശും കൊടുത്ത് ഇത് വാങ്ങിക്കുന്നതിലും നല്ലത് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.